Hello everyone, in this video discuss about digital payment requirements. Irrespective of the type of payment mechanism, digital payment method should have some characteristic to meet its basic requirements. The important basic requirements are the following. First, acceptability. This refers to whether the payment method is supported globally. It should be available and accessible to all type of buyers and sellers. It should be honored and accepted by all banks and financial institutions. For instance, cash is accepted widely and thus has high level of applicability. Applicability of payment system may vary from country to country. Debit card and credit card are high acceptability. ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ഗ്ലോബലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ലഭ്യമായതും ആക്സസ് ചെയ്യാവുന്നതുമായിരിക്കണം. ഇത് എല്ലാ ബാങ്കും ധനകാര്യ സ്ഥാപനങ്ങളും അംഗീകരിക്കുകയും ചെയ്യണം. ഉദാഹരണത്തിന് ക്യാഷ് ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ പണത്തിന് ഉയർന്ന ആപ്ലിക്കബിലിറ്റി ആണുള്ളത്. ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും വ്യത്യാസപ്പെടാം. ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡിന് ഹൈ ആക്സെപ്റ്റബിലിറ്റി ആണ് ഉള്ളത്. സെക്കൻഡ്, അഫോർഡബിലിറ്റി. The cost of implementing and using the system must be affordable for consumers and merchants. Both buyers and sellers may not be willing to pay significantly high extra cost to participate in internet e-commerce transaction. അതായത് ഒരു സിസ്റ്റം നടപ്പിലാക്കാനും ഉപയോഗിക്കാനുമുള്ള ചെലവ് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും താങ്ങാവുന്നതായിരിക്കണം. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഇൻ്റർനെറ്റ് ഇ-കൊമേഴ്സ് ഇടപാടുകളിൽ എക്സ്ട്രാ കോസ്റ്റ് നൽകാൻ തയ്യാറാവില്ല. അതാണ് അഫോർഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ്, അനോണിമിറ്റി. അനോണിമിറ്റി ഇസ് ദ ഡിസയർ ടു പ്രൊട്ടക്റ്റ് വൺസ് പ്രൈവസി, ഐഡൻറ്റിറ്റി ആൻഡ് പേഴ്സണൽ ഇൻഫോർമേഷൻ. ഫോർ സം ട്രാൻസാക്ഷൻ, ഐഡൻറ്റിറ്റീസ് ടു ദി പാർട്ടീസ് ഇൻ ദ ട്രാൻസാക്ഷൻ കുഡ് ബി പ്രൊട്ടക്റ്റഡ് ബൈ anonymity. Anonymity suggests that it is not possible to discover someone's identity or to monitor an individual spending patterns. ഇതിൽ അനോണിമിറ്റി എന്ന് പറയുന്നത് അതൊരാളുടെ പ്രൈവസി, ഐഡൻറ്റിറ്റി ആൻഡ് പേഴ്സണൽ ഇൻഫോർമേഷൻ എന്നിവ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ്. ചില ട്രാൻസാക്ഷനുകൾക്ക് ഇടപാടുകളിലെ വ്യക്തികളുടെ ഐഡൻറ്റിറ്റികൾ അനോണിമിറ്റി ആയിട്ട് സംരക്ഷിക്കപ്പെടാം. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താനോ ഒരു വ്യക്തിയുടെ ചെലവ് നിരീക്ഷിക്കാനോ കഴിയില്ല എന്നാണ് anonymity സൂചിപ്പിക്കുന്നത്. Then convertibility. Naturally, users will select payment mechanism as financial instruments according to their needs. It should be exchangeable with all forms of money, whether it is digital or traditional. ഇതിൽ സ്വാഭാവികമായും ഉപയോക്താക്കൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പേയ്മെൻറ്റ് സംവിധാനത്തെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. അത് ഡിജിറ്റൽ ആയാലും ട്രഡീഷണൽ ആയാലും എല്ലാ തരവും പണവും യൂസ് ചെയ്ത് കൈമാറ്റം ചെയ്യുന്നത് ആയിരിക്കണം. Then efficiency. There are lot of discussions on the ability of payment system to accept micro payments. Small payment are amount less than rupees 50 or 100. Micro payment are less than 10 rupees. System should be able to receive small payment without performance degradation and posing high cost of transaction. എഫിഷ്യൻസിയിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്രോ പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ച് ധാരാളം ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ പേയ്മെൻറ്റുകൾ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ താഴെയാണ്. മൈക്രോ പേയ്മെൻറ്റ് 10 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ ചിലവ്. സിസ്റ്റം പെർഫോമൻസ് ഡിഗ്രഡേഷനും ഉയർന്ന ചിലവുകളും ഇല്ലാതെ തന്നെ ചെറിയ പേയ്മെൻറ്റ് സ്വീകരിക്കാൻ സിസ്റ്റത്തിന് കഴിയണം. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. Flexibility. The system must allow e-commerce consumers order to product or services from any location and not just from one RC. The payment infrastructure should support several payment methods, including instruments similar to credit card, check, and even anonymous electronic cash. These instruments should be integrated into a common framework. ഇതിൽ ഇ-കൊമേഴ്സ് ഉപഭോക്താക്കളെ ഒരു RSൽ നിന്ന് മാത്രമല്ല ഏത് ലൊക്കേഷനിൽ നിന്നും ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും ഓർഡർ ചെയ്യാനായിട്ട് ഇ-കൊമേഴ്സ് ഉപഭോക്താക്കളെ അനുവദിക്കണം. അതായത് ക്രെഡിറ്റ് കാർഡ്, ചെക്ക് കൂടാതെ അനോണിമസ് ഇലക്ട്രോണിക് ക്യാഷ് എന്നിവയ്ക്ക് സമാനമായ ഇൻസ്ട്രുമെൻറ്റ്സ് ഉൾപ്പെടെ നിരവധി പേയ്മെൻറ്റ് രീതികൾ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പിന്തുണയ്ക്കണം. ഇതാണ് ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു കോമൺ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. Interoperability. A payment system interoperable if it is not depend on one organization.
but it's open and allow as many as necessary interested parties to join. The system must be interoperable between different computing platform, web browsers and server software packages in order to enable it use by widest possible range of e-commerce consumers and merchants. ഇതിൽ പറയണത് ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് തുറന്ന് പ്രവർത്തിക്കുകയും അതിനാവശ്യമായ താല്പര്യമുള്ള കക്ഷികളെ സിസ്റ്റത്തിൽ ചേരാൻ അനുവദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് വിവിധ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം, വെബ് ബ്രൗസർ, സെർവർ സോഫ്റ്റ്വെയർ പാക്കേജുകൾക്കിടയിൽ പ്രവർത്തനക്ഷമമായിരിക്കണം. ഇതാണ് ഇ കൊമേഴ്സ് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും പോസിബിൾ റേഞ്ച് എന്നാണ് പറയുന്നത്. റിലയബിലിറ്റി. ദ സിസ്റ്റം മസ്റ്റ് ബി റിലയബിൾ സിൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്മിഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ. നാച്ചുറലി യൂസേഴ്സ് വുഡ് ലൈക്ക് ടു സീ ദാറ്റ് സിസ്റ്റം ഈസ് റിലയബിൾ ബിക്കോസ് ദ സ്മൂത്ത് റണ്ണിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ദ റിലയബിൾ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് സെൻസിറ്റീവ് വിവരങ്ങളുടെ ട്രാൻസ്മിഷനും മാനിപ്പുലേഷനും ഉപയോഗിക്കുന്നതിന് സിസ്റ്റം വിശ്വസനീയമായിരിക്കണം. സ്വാഭാവികമായും ഉപയോക്താക്കൾ സിസ്റ്റം വിശ്വസനീയമാണെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, കാരണം ഒരു എൻ്റർപ്രൈസിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ലഭ്യതയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. Then security. The pay method is secured, in particular whether it is perpetrate different kinds of fraud such as forget payment. For electronic cash system, that issue of security has a special angle of counterfeiting, which means that no one should be able to produce electronic tokens on their own. Another angle is double spending. Design should ensure that electronic tokens could not be sent twice. അതായത് സെക്യൂരിറ്റിയിൽ പറയുന്നത് വ്യാജ പേയ്മെൻറ്റ് പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ക്രൈംസ് ചെയ്താലും പേയ്മെൻറ്റ് മെത്തേഡ് സുരക്ഷിതമാണ്. അതായത് സെക്യൂരിറ്റി പ്രശ്നത്തിൽ കള്ളപ്പണത്തിൻ്റെ ഒരു പ്രത്യേക ആംഗിളുള്ള ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റങ്ങൾക്ക്, അതായത് ആർക്കും സ്വന്തമായിട്ട് ഇലക്ട്രോണിക് ടോക്കൺസ് നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ്. അനദർ ആംഗിൾ എന്ന് പറയുന്നത് ഡബിൾ സ്പെൻഡിങ് ആണ്. ഇത് ഇലക്ട്രോണിക് ടോക്കൺസ് 2 തവണ അയക്കാൻ കഴിയില്ലെന്ന് ഡിസൈൻസ് ഉറപ്പാക്കണം. Scalability. As the commercial use of the internet grows, the demand for efficient payment infrastructure will also increase. The payment infrastructure as a whole should be able to handle the addition of users and merchants so that system perform normally without affecting performance. ഇതിൽ ഇൻ്റർനെറ്റിൻ്റെ വാണിജ്യോപയോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് എഫിഷ്യൻറ്റ് പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യങ്ങളും വർദ്ധിക്കും. പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് എല്ലാ ഉപയോക്താക്കളുടെയും വ്യാപാരികളുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ സിസ്റ്റം പെർഫോമൻസിനെ ബാധിക്കാതെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കും. അതാണ് സ്കേലബിലിറ്റി എന്ന് പറയുന്നത്. Traceability. Traceability shows how it is traced to money flows, source of fund or link spend fund to a customer via payment activities. There are lot of films where police is able to find someone who is using credit card in any place in India and even worldwide. This suggests that credit cards are traceable. ഇതിൽ പറയുന്നത് പണത്തിൻ്റെ സ്രോതസ്സ് അല്ലെങ്കിൽ പണമിടപാട് പ്രവർത്തനങ്ങളിലൂടെ ഒരു ഉപഭോക്താവിന് ചെലവഴിച്ച ഫണ്ട് ബന്ധിപ്പിക്കുന്നു. പോലീസിന് എവിടെയായാലും ലോകത്തിൻ്റെ എവിടെയായാലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആരെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും. ക്രെഡിറ്റ് കാർഡ് എവിടെയായാലും കണ്ടെത്താൻ സൂചിപ്പിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. Then trust. Trust is essential to conduct e-commerce. Trust in this context refers to the degree of confidence that money and personal information will be safe and that parties involved will not act against users, interest people. Trust payment system only if it is conducted in a proper way and that money will not be stolen or misused. അതായത് ഇ-കൊമേഴ്സ് നടത്താനായിട്ട് ട്രസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ പണവും വ്യക്തിഗത വിവരങ്ങളും സുരക്ഷിതമാണെന്നും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഉപഭോക്താക്കൾക്കെതിരെ പ്രവർത്തിക്കില്ലെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ പണവും മോഷ്ടിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ല എന്ന് ഇതിൽ പറയുന്നു. Then usability. Paying with an electronic payment system should not be a complex task. Usability is an important characteristic and defined as the extent to which a product can be used by specified users to achieve
specified goals with effectiveness. Efficiency and satisfaction in a specified context of use. Payment should be automated and done in easy. Faculties with the system must be easy to implement. യൂസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് പണം അടയ്ക്കുന്നത് ഒരു ടാസ്ക് ഒന്നല്ല. യൂസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് നിർദ്ദിഷ്ട ഉപയോക്താക്കൾക്ക് ഒരു ഉൽപ്പന്നം എത്രത്തോളം ഉപയോഗിക്കാമെന്നും ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമതയോടും സംതൃപ്തിയോടും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നുമാണ് ഇത് പറയണത്. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റും എളുപ്പമുള്ളതും ഫാക്കൽറ്റി രീതിയുള്ളതുമായ സംവിധാനമായിരിക്കുന്നു. ഇത് നടപ്പിലാക്കാൻ എളുപ്പമാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.